കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും കഠിനവുമായ ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അഗസ്ത്യാർകൂടം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6150 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മല. 2500-ലധികം ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെയുള്ള യാത്ര. 36ഓളം വെള്ളച്ചാട്ടങ്ങൾ കണ്ടും അതിലെ വെള്ളം കുടിച്ചും ഇറങ്ങിയും യാത്ര ചെയ്യാവുന്ന സ്ഥലം. 3 ദിവസം കാട്ടിലൂടെയുള്ള 44 കിലോമീറ്റർ യാത്ര. വർഷത്തിൽ ഒരിക്കൽ മാത്രം ട്രക്കിങ്ങിനായി തുറക്കുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം. അതെ, അഗസ്ത്യാർകൂടം. തിരുവനന്തപുരം ബോണക്കാട് നിന്നുമാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 16 കിലോമീറ്റർ നടന്ന് അതിരുമലയിലെത്തണം. അതിനിടയിൽ 7ഓളം ചെക്ക് പോയിന്റുകളുണ്ട്. 1-ാം ദിവസം അതിരുമലയിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ വീണ്ടും 6 കിലോമീറ്ററോളം കുത്തനെയുള്ള മലകളും കാടും കയറി വേണം അഗസ്ത്യമലയിലെത്താൻ. നമുക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ ഗൈഡുമാരോടോ പറയുക. യാത്ര കണ്ടിന്യൂ ആയിരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നാളെ ഇന്നലെ കയറിയ ആൾക്കാർക്ക് മുകളിൽ കയറാൻ പറ്റിയിട്ടില്ല. ഭയങ്കരമായ മഞ്ഞും കാറ്റുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് മുകളിലേക്ക് വിടത്തുള്ളൂ. നിങ്ങളവിടെ നിൽക്കുന്ന ഗൈഡുമാരും സ്റ്റാഫുകളും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ കഴിവതും വെള്ളം മറ്റോട് പോകാതിരിക്കുക. കുറേ വടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു വടി വാങ്ങി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഇങ്ങനെ തുടങ്ങിയേ ഉള്ളൂ. ഇപ്പോൾ സമയം 9:46 നമ്മൾ പോകുന്നു. നോക്കാം, കാണാം, വരാം. ഇവിടെ ഒരു ഗൈഡുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ 10 പേരാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ നടന്നു പോകുന്നു. ചേട്ടൻ ഫ്രണ്ടേ പോകുന്നുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഷൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സ്ഥിരം പോകുന്ന പോലെ അങ്ങ് പോകുന്നു. ലൈറ്റൊക്കെ വീണ് തുടങ്ങി. നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ കഴിഞ്ഞു അഗസ്ത്യാർകൂടം നടന്നുകൊണ്ട്. ഇപ്പം ബേസ് ക്യാമ്പിലേക്കുള്ള നടത്താണ്. ഇവിടെ സാധാരണ വഴികൾ പോലെ തന്നെ കുറച്ച് കട്ടയും കല്ലും ഒക്കെ ഉണ്ട്. പിന്നെ കാടിൻ്റെതായ ഒരു ഫീലുണ്ട്. അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വലിയ വാട്ടർ ക്രോസിങ് എത്തിയിരിക്കുകയാണ്. വലിയ വാട്ടർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു വാട്ടർ ക്രോസിംഗ് ആണ്. ഇവിടെ കയറി പിടിച്ച് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ പോയിന്റിലും ഓരോ ഗൈഡുമാരുണ്ട്. നമുക്കിങ്ങനെ പറഞ്ഞു തരും. ഇപ്പം നമ്മുടെ ഫ്രണ്ടേ പോകുന്നത് ഫോറസ്റ്റ് ഓഫീസറാണ്. നമ്മൾ ട്രക്കിംഗ് സ്പോട്ടിൽ നിന്ന് നടന്നത് ഒരു 7 കിലോമീറ്ററായി. അപ്പോൾ കാണുന്നൊരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം 11:15 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കാണുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. സാധാരണ മഴക്കാലത്ത് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുള്ള സ്ഥലമാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വലിയ വെള്ളമൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ് ആണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല ഈ ആംബിയൻസ്. അതായത് കാടിൻ്റെ ഒരു നിശബ്ദതയും വെള്ളച്ചാട്ടത്തിൻ്റെ മാത്രം ശബ്ദവും എല്ലാം കൂടെ കൂടിക്കൊണ്ടൊരു അടിപൊളി. അത് നമ്മളിവിടെ ഒന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക. ലൈഫിൽ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണിത്. അവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്കറിയാം നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങിപ്പോണ വഴികളും കുറച്ച് കഷ്ടമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ച അത് കണ്ണുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറയിൽ കാണുന്നതോ ഞാൻ പറയുന്നതൊന്നുമല്ല. അഗസ്ത്യാർകൂടം. നമ്മൾ മൊട്ടക്കുന്ന് നിർത്തിയേക്കാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിന് ഇങ്ങനെ മരങ്ങളോ കാടോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് കാടുകളുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ഞങ്ങളൊക്കെ ശരിക്കും കാടിനകത്താണ്.
ഇവിടെ ഒന്നും വേറെ ഒന്നുമില്ല, കാട് മാത്രം. ഞങ്ങൾ ഏകദേശം ഒരു 12-13 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ബേസ് ക്യാമ്പിലേക്കുള്ളൂ. ബേസ് ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇന്ന് റെസ്റ്റാണ്. പിന്നെ നാളെയാണ്. ഇവിടെ കാറ്റടിക്കുമ്പോൾ മരങ്ങളുടെ ശബ്ദവും കിളികളുടെ ശബ്ദങ്ങളും മാത്രമേ ഇവിടെ കേൾക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ ബേസ് ക്യാമ്പാകും. ഇപ്പോൾ സമയം 1:21 ഏകദേശം നമ്മളൊരു 3 മണിക്കൂറും 33 മിനിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് രണ്ടിടത്ത് റെസ്റ്റ് എടുത്തായിരുന്നു. പിന്നെ ഇങ്ങനെ നടക്കുന്നു. വളരെ മനോഹരമായ കാട്. ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളും ബേസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിരുമല, അതായത് 7ാമത്തെ ബേസ് ക്യാമ്പായ നമ്മുടെ ഇന്ന് രാത്രി സ്റ്റേ ഉള്ള അതിരുമല ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം നമ്മളിപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറും 39 മിനിറ്റും നടന്ന്. അപ്പം ഇതാണ് അതിരുമല ബേസ് ക്യാമ്പ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പാസ് കൊടുക്കണം, മേടിക്കണം, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. ഭാഗത്തൊക്കെ റേഞ്ച് ഉണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. കുറച്ച് ഏരിയ മാത്രം കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല പ്ലേസാണ്, അടിപൊളി, ആൾക്കാരെല്ലാം നോക്കും. പിന്നെ അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. അവിടെ പോയി കുളിക്കാൻ വേണ്ടിയാണ്. ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ. കാറ്റും തണുപ്പും ഭയങ്കരമായിട്ട് നിറഞ്ഞേക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ പറഞ്ഞാൽ പോലെ ഇവിടുത്തെ കാറ്റ് നമുക്ക് സഹിക്കാൻ വല്ലാത്ത കാറ്റാണ്. അപ്പോൾ ഈ കാറ്റിനേക്കാൾ കൂടുതൽ ഒരു അഗസ്ത്യാർകൂടത്തിൻ്റെ മേളിൽ വരുന്ന കാറ്റ്. പിന്നെ മരങ്ങളൊക്കെ നിർത്തി ഉലയ്ക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഓപ്പൺ പ്ലേസ് ആണ് കിട്ടുന്നത്, ഒരു പുൽമേട്. ഇവിടുത്തെ പുല്ലുകളൊക്കെ കത്തിച്ച് കരിച്ചിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന വഴിക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കത്തിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞത്. അതായത് മൃഗങ്ങളൊക്കെ ഈ പുല്ല് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ആൾക്കാർക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ട്രെക്കിങ് നടക്കാണ്ട് വരും. അതുകൊണ്ട് ആളുകൾ സഞ്ചരിക്കുന്ന 2 സൈഡിലുള്ള പുല്ലുകളും കത്തിച്ചിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ കാണുന്ന മലയിലാണ് നമ്മൾ നാളെ കയറാൻ പോകുന്നത്, അഗസ്ത്യമല. ഈ ഓപ്പൺ പ്ലേസ് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. ആളുകൾ ഒരുപാട് ഇവിടെ കുളിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേര് പാറപ്പുറത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും ഈ 12-13 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. വളരെ എനർജി ലെവൽ പലതാണ്. ആളുകളിങ്ങനെ നോക്കി പോകുന്നു. ഇവിടെ മഞ്ഞൊന്നും കാണുന്നില്ല, പക്ഷെ കിടിലൻ വിഷയം. ഇപ്പോൾ Day 2 തുടങ്ങി. Day 2 ഫസ്റ്റ് നമ്മൾ ക്യാമ്പിങ് 7:16 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നതാണ് വഴി. ഇവിടെ നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട്, പ്രകൃതി അതിമനോഹരമായി നിൽക്കുന്നു. ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. ഇവിടെ ഒരു കാവ് കാണാം. ആൾക്കാരൊക്കെ വരുന്നു, പക്ഷെ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്യണോണ്ട് കയറുന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വഴി തിരിയുന്നത്. ഇത് അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് വന്ന വഴി, ഈ വഴി തിരിച്ചു പോകുന്ന വഴി, ഇത് നമ്മൾ കയറാൻ പോകുന്ന വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ കയറും. കൊടുങ്കാടാണ്. ഇവിടെ കൂടിയാണ് പോകുന്നത്. പ്രത്യേകിച്ച് വഴികളോ അടയാളങ്ങളോ ഒന്നുമില്ല. പോയ പാതയിൽ കൂടെ പോകുന്നു. ആദ്യം പോയ ആൾക്കാർക്ക് പുറകെ പോകുന്നു.
ഇത് നമ്മൾ എത്തിക്കുന്ന സ്ഥലമാണ് പൊങ്കാലപ്പാറ. മല കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട്. വീണ്ടും തണൽ വരുന്നു. മൊത്തം ചെടികൾക്കിടയിൽ കൂടെ ഒരു വഴി. അവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ നിന്ന് നടന്ന് ഒരു റോപ്പ് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ റോപ്പിലേക്ക് നമ്മൾ എത്തുവാണ്. ഇവിടെ അഗസ്ത്യമുനിയുടെ അമ്പലമുണ്ട്, ഒരു പ്രതിഷ്ഠയുണ്ട്. അങ്ങോട്ട് പ്രവേശനമില്ല, നമുക്ക് അങ്ങോട്ട് നിന്ന് കാണാം.